ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ, അതായത് 2024 സ്റ്റേജ് 1 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സയൻസ് ഭാഗമാണ് കേട്ടോ. സയൻസ് ഭാഗം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മാറ്റി ചെയ്യുന്നില്ല. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും കൂടെ ഒരുമിച്ച്, അതായത് സയൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജീവമണ്ഡലത്തിൽ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, വാൾട്ടർ ജി റോസൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പ്ലാസൻ്റയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് കല? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സ്ക്ലീറൻ കൈമ. ഓക്കെ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഓക്കെ, അതായത് ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വില്ലസുകളാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് 3ഉം 4ഉം ശരിയാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, മുനീറയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? അപ്പോൾ ഭീമാകാരത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സൊമാറ്റോട്രോപ്പിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസിമിലും വെച്ച് നടക്കുന്നു. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 ശരി. ഓക്കെ, അതായത് ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? അപ്പോൾ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് കണ്ണിലാണ് വിട്രിയസ് ദ്രവം കാണുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജി തീർന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഫിസിക്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, നമ്മുടെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എന്താകും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 മടങ്ങാകും എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ,
ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റബ്ബറിൻ്റെ മോണോമർ എന്നറിയപ്പെടുന്ന എന്താണ്? റബ്ബറിൻ്റെ മോണോമർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഐസോപ്രിൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അപ്പോൾ ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ സാന്ദ്രണ രീതിക്കാണ് ലീച്ചിങ് എന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഐസോബാറുകളാണ്. ഓക്കെ, അതായത് ഐസോബാറുകൾക്കാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.